കോൺഗ്രസിനെ സംബന്ധിച്ച് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അത്രത്തോളം ക്രൂഷ്യലാണ്. ഈ ഒരു സാഹചര്യത്തിൽ മിഷൻ 2025 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പദ്ധതിക്ക് രൂപീകരിച്ചാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഇപ്പോഴും സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്ന സാഹചര്യങ്ങളിൽ ഈ കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് തന്നെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി നടക്കുന്ന അടികൾ വലിയ രീതിയിൽ കോൺഗ്രസിനെ ബാധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കോഴിക്കോട് നഗരസഭയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോഴിക്കോടാണെങ്കിൽ പോലും സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള അടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി കോൺഗ്രസ്, നമുക്കറിയാം LDF മുൻതൂക്കമുള്ള അല്ലെങ്കിൽ മേൽക്കൈയുള്ള ഒരു സ്ഥലമെന്ന നിലയ്ക്ക് എങ്ങനെയാണ് കോഴിക്കോട് കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത്? കോഴിക്കോട് നഗരസഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 40 വർഷമായി LDF CPM മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു നഗരസഭയാണ്. അതൊരു അട്ടിമറിയിലൂടെ പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ UDF ലക്ഷ്യമിടുന്നത്. അതിനായി രമേശ് ചെന്നിത്തലയൊക്കെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് അവിടുത്തെ ചാർജുകളൊക്കെ തുടങ്ങുന്നത്. പിന്നെ K മുരളീധരനെ സംബന്ധിച്ച് ചാർജ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ ചാർജ് അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ CPM എങ്ങനെയെങ്കിലും മറിച്ചിടുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അതിന്റെ ഭാഗമായി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ വീണ്ടും അവിടെ ഉടലെടുത്തു. ഈ DCCയിൽ ഉൾപ്പെടെ അടി നടക്കുന്ന സാഹചര്യം, വാക്കുതർക്കം ഉണ്ടാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായെന്ന് പറയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് പുറത്തു വന്ന് മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായാലും അവിടെ എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ നിൽക്കുന്നു. RMPയുമായി സീറ്റ് വിഭജനത്തിലുള്ള വിഷയങ്ങൾ നിൽക്കുന്നു. അതേപോലെ തന്നെ മുസ്ലിം ലീഗുമായി സീറ്റ് വിഭജനത്തിലുള്ള വിഷയങ്ങൾ നിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ പ്രധാനമായും ഈ കോൺഗ്രസിന്റെ നേതാവായി ഉയർത്തിക്കാട്ടുന്നത് PM നിയാസിനെയാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോ നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ മുതിർന്ന നേതാക്കന്മാരെ, പരിചയ സമ്പത്തുള്ള എന്നാൽ യുവത്വം നിലനിർത്തുന്ന ആ തരത്തിലുള്ള നേതാക്കന്മാരെ മുന്നോട്ട് നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ കോഴിക്കോട് ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന PM നിയാസിനെ പോലെ തന്നെ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരാണ് മുൻ DCC പ്രസിഡന്റായിട്ടുള്ള KC അബുവിന്റെ പേര്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രത്തോളം പ്രവർത്തന പരിചയമുള്ളവരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പോലും പ്രവർത്തന പരിചയമില്ലാത്ത എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി തമ്മിലടിക്കുന്ന ഒരു രീതിയാണ് ഇത് കരുതാൻ കഴിയില്ല ഹർഷ. എന്ന് വെച്ചാൽ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി സമയമുണ്ട്. തിരുവനന്തപുരത്ത് നേരത്തെ അതിവേഗം ബഹുദൂരമെന്ന് അദ്ദേഹം ഒരു K മുരളീധരന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ പുറത്തങ്ങ് ചെയ്തതാണെന്ന് വിശ്വസിക്കാൻ കഴിയും. ബാക്കി എല്ലായിടത്തും ഇത്തരത്തിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്രയൊക്കെയാണെന്ന് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കോഴിക്കോട് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് പിടിച്ചെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വോട്ട് ചോരി പോലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ കോൺഗ്രസ്, അല്ലെങ്കിൽ വോട്ട് അട്ടിമറി പോലുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ LDFനെതിരെ പറയുന്നുണ്ട് ഈ പറയുന്ന കോഴിക്കോട് നഗരസഭയെ സംബന്ധിച്ച്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും 76ഓളം സീറ്റുകളുള്ള ഈ ഒരു നഗരസഭയിൽ ഇപ്പോഴും പകുതിയിലധികം സീറ്റുകൾ LDFന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഏതൊക്കെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ അഴിമതി കേസുകൾ മുന്നോട്ട് കൊണ്ടുവച്ചാൽ പോലും എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കും, നമ്പറിലേക്ക് എത്താൻ സാധിക്കും? അവിടെ ഒരു കൃത്യമായിട്ടുള്ള സമര പരിപാടികൾ, ഇപ്പോ കെട്ടിട നമ്പർ നികുതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു സമരങ്ങൾ ഈ ഇടയ്ക്ക് കണ്ടിരുന്നു. അതേപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട്, പിന്നെ വിവിധ പദ്ധതികളിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ എല്ലാവരും ഉയർത്തിക്കാട്ടാൻ സാധിക്കുന്നുണ്ടെങ്കിലും പക്ഷെ എത്രത്തോളം ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തുക, പിന്നെ സ്ഥാനാർത്ഥികൾ പ്രധാനമാണ്. അതായത് LDFന് ശക്തമായ സ്ഥാനാർത്ഥികൾ. ഇപ്പൊ ഈ അറിയാൻ കഴിയുന്നത് അവിടുത്തെ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രദീപ്, പുള്ളിക്കാരന്റെ മകളെ അമിത പ്രതിമയെ ഡെപ്യൂട്ടി സ്ഥാനത്തേക്ക് എത്തിക്കുക, പിന്നെ മുൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിയെ അതായത് മേയർ സ്ഥാനത്തേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ സജീവമാണ്. അവര് ഏകദേശം CPM ഏകദേശം അല്ലെങ്കിൽ LDF ഏകദേശം സ്ഥാനാർത്ഥി നിർണ്ണയം എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പൊ ചില സീറ്റുകൾ RJDയുമായി ബന്ധപ്പെട്ട് ചില സീറ്റുകൾ, ഈ നടക്കാവ് സീറ്റ് പോലുള്ള കുറച്ച് സീറ്റുകളിൽ മാത്രമാണ് വിഷയങ്ങൾ നടക്കുന്നത്. INL കൊടുക്കുന്ന കുറച്ച് വിഷയങ്ങളുമായുള്ളൂ. പക്ഷെ ഇപ്പോൾ എങ്ങും എത്താതെ നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. പിന്നെ BJP ചിത്രത്തിലുണ്ടോ എന്ന് വെച്ചാൽ BJPയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് അവിടെ മത്സരിക്കുക എന്ന് തുടങ്ങിയ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അവരിപ്പോൾ എന്താണ് കൃത്യമായ അവരുടെ പ്ലാൻ BJP സംബന്ധിച്ച് ഇപ്പോൾ കോഴിക്കോട് മാത്രമല്ല കേരളത്തിലുടനീളം BJP എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ സൈലന്റ് ആയിരുന്നു കൊണ്ട് പണ്ടൊക്കെ പഴഞ്ചൊല്ലി പറയുന്നത് പോലെ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കോഴിക്കോട് നഗരസഭയെ സംബന്ധിച്ച് ഒരു പതുങ്ങലും ഇല്ല. കോൺഗ്രസ് തന്നെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ അട്ടിമറി എന്ന് വാഗൊണ്ട് പറഞ്ഞാൽ പോരല്ലോ, അത് നടക്കണ്ടേ. അത് വിചാരിക്കുന്ന പോലല്ല കളം എതിരാണ്. LDFനെ എത്രത്തോളം മറിച്ചിടാൻ കഴിയും. 40 വർഷത്തെ ലെഗസി ഒക്കെയാണ്. അപ്പോൾ പറയാൻ സാധിക്കില്ല. ഇപ്പോ നമ്മുടെ രാഹുൽ രവീന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ വന്നാൽ, ഒരു നേതാവ് വന്നാൽ ഇളകാത്ത കോട്ട കൊത്തളങ്ങളില്ല എന്നാണ് നമ്മുടെ രാഹുൽ രവീന്ദ്രൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ
എന്തെങ്കിലും കോട്ടകൊത്തളങ്ങൾ ഇളകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. ഇത് മൊത്തത്തിലുള്ള ചർച്ചകൾ, അതായത് സംബന്ധിച്ച് ഈ DC പ്രസിഡന്റുമായിട്ടും അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളുമായിട്ടും ഇപ്പോൾ അവര് ചിലപ്പോൾ പറയാൻ പറ്റില്ല, സർപ്രൈസ് സ്ഥാനാർത്ഥികളൊക്കെ വരാം. മുൻ MLA മാർ ഇപ്പൊ ശബരിനാഥിനെ ഇറക്കിയ പോലെ തന്നെ അവിടുത്തെ ഫേസ് വാല്യൂ ഉള്ള മാറി നിൽക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് അറിയുന്ന കുറച്ച് നേതാക്കന്മാരെ നേതാക്കന്മാർ, അതെ, മുൻ MP മാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരെയൊക്കെ ഇറക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പിടിച്ചെടുക്കുക അത്ര എളുപ്പമാകില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ഫ്ലുവന്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാണെങ്കിലും ജീവൻ മരണ പോരാട്ടം എന്ന് പറയുന്നത് പോലെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. പക്ഷേ തിരുവനന്തപുരത്ത് കാഴ്ചവെച്ച അത്രത്തോളം ആർജവം കോഴിക്കോട് ഉണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. അല്ല, അവിടെ പണി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പണി തുടങ്ങുന്ന സാഹചര്യത്തിൽ ഒരു വലിയൊരു മോബ് ഒരു ഇളക്കി മറിക്കാൻ കഴിയായിരിക്കും മോബിനെ. പക്ഷെ എന്നാലും ജയത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ പാടാണ്. ഇപ്പോൾ എറണാകുളത്തൊക്കെ എന്തെങ്കിലും നടന്നു വരാം, അല്ലെങ്കിൽ കണ്ണൂരിൽ എന്തെങ്കിലും നടന്നു വരാം. പക്ഷേ കോഴിക്കോട് വലിയ സാധ്യത കുറവാണ്. നിലവിൽ LDF-ന്റെ കയ്യിൽ നിന്നും അതിന്റെ ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് കോഴിക്കോടിനെ സംബന്ധിച്ച് അത്തരത്തിലാണ്. അപ്പൊ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ഇനിയിപ്പോ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പുറത്തു വന്നു കഴിയുമ്പോൾ അറിയാം ഇനി കോൺഗ്രസിന്റെ പുതിയ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്. ഇനി കോഴിക്കോടെ സംബന്ധിച്ച് കോൺഗ്രസ് പിടിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇപ്പോൾ പറയപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ പല മാധ്യമങ്ങളും പറയുന്നത് പോലെ കോഴിക്കോട് കോൺഗ്രസ് ഒരു കിട്ടാക്കനിയാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.